ഹലോ, മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലൂടെ ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന കാണാനില്ല. അലീന വളരെ ആ ഒരു ഗോഡൗണിൽ വായിന്ന സെലോ ടേപ്പൊക്കെ ഒട്ടിച്ചതൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെയോ വിധത്തിൽ അതൊക്കെ മാറ്റി ആ കയ്യിലെ കെട്ടൊക്കെ അയച്ചു. അതിൻ്റെ ഇടയിൽ ഈ ഗുണ്ടകൾ അലീനേൻ്റെ ഡോർ വന്ന് തുറക്കാൻ നോക്കി. അപ്പോൾ അലീന അപ്പോഴേക്കും അകത്ത് നിന്ന് അത് ലോക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലായി അലീന കെട്ടൊക്കെ അഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അലീന അവിടുത്തെ അലീന കിടന്ന ആ ഒരു ഗോഡൗൺ പോലെയുള്ള ആ റൂമിൻ്റെ ആ വിൻഡോ ഒക്കെ തുറന്നു. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു എന്ന് വെച്ചാൽ അടുത്തൊന്നും വീടുകളോ അങ്ങനെയൊന്നുമില്ല, ഏതോ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലമാണെന്ന്. പക്ഷേ എങ്കിലും പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് അലീന കുറേ ധൈര്യമൊക്കെ അങ്ങ് സംഭരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അഥവാ ഇനിയിപ്പം ആരെങ്കിലും പെട്ടെന്ന് അകത്തോട്ട് കയറാൻ വന്നാൽ അവിടെ കുറേ കമ്പിയും വടി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണെങ്കിലും അവരെ ആക്രമിക്കാം എന്നുള്ള ഒരിത് അലീനയ്ക്ക് ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അലീന ചിന്തിച്ചു, പാവ അച്ഛനും മനുവേട്ടനും നമ്മുടെ കൃഷ്ണമോളൊക്കെ ഇപ്പോൾ എന്നെ കാണാഞ്ഞിട്ട് ഒരുപാട് ടെൻഷനായിട്ടുണ്ടാവും. അച്ഛന് സംശയം ഉണ്ടാവുമായിരിക്കും മിക്കവാറും ഇത് ശിവശങ്കരൻ അങ്കിളും രാജീവ് അങ്കിളും കൂടെ ചേർന്നിരിക്കുന്ന പണിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അലീനയ്ക്ക് സംശയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവരല്ലാണ്ട് വേറെ ആരും അലീനയ്ക്ക് ജീവിതത്തിൽ ശത്രുക്കളില്ല. അപ്പോൾ എന്തായാലും അറിഞ്ഞിട്ടുള്ള ഒരു കളിയാണ് എന്നുള്ളത് അലീനയ്ക്കും ഉറപ്പായി. എന്തായാലും അച്ഛനും മനുവേട്ടനും തനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും അവർ തന്നെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനും മനുവും കൂടെ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് അലീന ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അപ്പം മനു പറഞ്ഞു, അച്ഛൻ അങ്കിളെ ഞാൻ അച്ഛനോടും ചെറിയച്ഛനോടും പോയി സംസാരിച്ചു. പക്ഷേ അവരെ സംസാരത്തിലൊന്നും അവരൊരിത് കാണിക്കുന്നില്ല. അവർ പറയണ അലീനെ കണ്ടില്ലെങ്കിൽ ഇവിടെ ഒന്നാണോ തിരക്കുന്നതെന്നൊക്കെ പറയണം. അപ്പോൾ ബാലേന്ദ്രൻ തീർത്ത് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അച്ഛനും ചെറിയച്ഛനും അറിയാണ്ട് അലീനയ്ക്ക് അല്ലാണ്ട് ഈ ലോകത്ത് വേറെ ശത്രുക്കളില്ല. പിന്നെ ഉള്ളത് സ്വന്തം പെറ്റ അമ്മയാണ്. അവളിപ്പോൾ ആശുപത്രിയിൽ ICUയിലാണ്. അതുകൊണ്ട് അവളല്ല എന്തായാലും നിൻ്റെ അച്ഛനും കൊച്ചിച്ചനും തന്നെയാണെന്നുള്ളത് കാര്യം ഉറപ്പാണ്. എന്തായാലും മനു അവർ താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ നീ പറയുക, ഞാനൊന്ന് അവിടെ പോയി കാണട്ടെ എന്ന് പറയുന്നു. അങ്ങനെ മനു പറയുന്നുണ്ട്, അങ്കിൾ വയ്യാണ്ട് പോകണ്ട, എന്തായാലും ഗംഗാധരൻ അങ്കിൾ വരുന്നുണ്ട്, അങ്കിൾ ഇതിനൊരു തീരുമാനം എടുത്തോളും, കാരണം അങ്കിളിന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, എന്തോ ആയിക്കോട്ടെ, നീ എന്തായാലും അവരെവിടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനു അവർ റൂം നമ്പറും കാര്യങ്ങളും ഹോട്ടലിലാണല്ലോ, അപ്പോൾ അതൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളെ മനുവിനെ ഏൽപ്പിച്ചിട്ട് ബാലേന്ദ്രൻ അവരെ കാണാൻ വേണ്ടി പോവാണ്. ആരെ? ഗംഗാധരനെയും നമ്മുടെ ശിവശങ്കരനെയും. അങ്ങനെ ബാലചന്ദ്രൻ എത്തുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ഗംഗാധരൻ അവിടെ എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ശിവനോടും രാജീവിനോടും, അലീന എവിടെയാണ്? അലീനയെ നിങ്ങളെ എന്തെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവർ അലീന എവിടെയാണെന്ന് കണ്ടെത്തി കൊടുക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഇല്ലെങ്കിൽ നന്നായിട്ട് കുടുങ്ങുമെന്ന് പറയുന്നുണ്ട്. അതെ, സ്വന്തം നിങ്ങളെയും കൂടെ പെങ്ങളെ ഈ ചത്ത ശവം പോലെ അവിടെ കിടക്കുന്നത്, അവളെക്കാട്ടിലും വലുത് നിങ്ങൾക്ക് ബാലേന്ദ്രനാണോ എന്ന് നമ്മുടെ ശിവശങ്കരനൊക്കെ ചോദിക്കണം. അപ്പോൾ പറയും, നിങ്ങൾ ആരെന്നറിഞ്ഞ് എന്തെന്നറിഞ്ഞിട്ടാണോ ഈ കളിക്കുന്നത്? അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ ബാലേന്ദ്രൻ കയറി വരണം. അപ്പോൾ ബാലേന്ദ്രൻ നോക്കുമ്പോൾ ഗംഗാധരൻ, അപ്പോൾ ഗംഗേട്ട എപ്പോൾ എത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം ബാലേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. എന്ത് തീരുമാനം എത്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മകളെ എനിക്ക് കണ്ടു കിട്ടണം. അവളുടെ ദേഹത്ത് ഒരു പോറലെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അപ്പോൾ രാജീവിനും ശിവശങ്കരനും വെല്ലുവിളിക്കുകയാണ്, താൻ എന്തുണ്ടാക്കുമെന്നും പറഞ്ഞാടോ, തൻ്റെ സ്വന്തം ഭാര്യ മരിക്കാറായി അവിടെ കിടക്കണം, അവളെക്കാട്ടിലും വലുതാണോ തനിക്ക് തൻ്റെ ദത്തുപുത്രി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നവൾ എന്നൊക്കെ പറയും. അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ രണ്ടു കൂട്ടരും, നമുക്കിത് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനാണോ പ്രശ്നങ്ങളിലൊക്കെ എത്തിക്കുന്നത്? ഇവരല്ലേ ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കിയത്? എനിക്ക് എന്തായാലും ശരി, എനിക്ക് അലീനെ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത്, അല്ല നമ്മുടെ രാജീവിൻ്റെ അടുത്തും ശിവൻ്റെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങൾ അലീന എവിടെയാണെന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. അവരപ്പം വിട്ടുകൊടുക്കുന്നില്ല. അവർ ഒരേ ഇതിൽ തന്നെ, അവർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ രണ്ടുപേരും ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ബാലേന്ദ്രനെ ഈ രാജീവ് എങ്ങനെ പറയുന്നത്, എൻ്റെ പെങ്ങളെ ഇത്രയും നാൾ വഞ്ചിച്ച് ചതിച്ച് ഇയാളെ കൂടെ നിൽക്കാൻ ഗംഗേട്ടന് നാണയില്ലെന്ന് ചോദിക്കുന്നുണ്ട്.
ആ ചോദിക്കുന്ന ചോദ്യം കേട്ടപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് ഷൗട്ട് ചെയ്യും, ഞാനാണ് ചതിയല്ലേ, നിങ്ങളാരും ചതിയന്മാരല്ലേ, 10-22 വർഷങ്ങൾക്ക് മുന്നേ സ്വന്തം പെങ്ങൾക്കുണ്ടായ അവിഹിതം മറച്ചു വെച്ചിട്ട് നിങ്ങൾ ചതിയരല്ല എന്നല്ലേ, 10-22 വർഷം മുന്നേ നിങ്ങളുടെ പെങ്ങൾ, അതായത് എൻ്റെ പതിവ്രതയായ എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയായിരുന്നു, അത് നിങ്ങൾക്കറിയാവോ? ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കണം. ആരൊക്കെ? രാജീവും ശിവശങ്കരനും. അതെ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അലീന എവിടെയാണെന്ന് വെച്ചാൽ എത്രയും വേഗം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര നീ ഒന്ന് സമാധാനപ്പെടുക, എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ എടുത്തു വെച്ചോളാം. എന്ത് തീരുമാനം നിങ്ങൾ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ അലീനെ എനിക്ക് കണ്ടെത്തി കിട്ടിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകണം. അപ്പോൾ ആ സമയം പോണ സമയത്ത് ഇവരാകെ ബ്ലിങ്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യം ബാലേന്ദ്രൻ പറഞ്ഞത് എന്താണ്? അപ്പോൾ അവർ പറയണ അവരെ വിചാരത്തിൽ എന്നാന്ന് വെച്ചാൽ അലീന ബാലചന്ദ്രൻ്റെ അവിഹിതം ഉണ്ടായതും തൻ്റെ പെങ്ങളുടെ അവിഹിതവും ബാലേന്ദ്രൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഗംഗാധരൻ കാര്യങ്ങൾ പറഞ്ഞെടുക്കും. എടാ, നിന്നോടൊക്കെ ഇത്രയും നാൾ ഞാൻ പറയണ്ട, സമാധാനങ്ങൾ കളയണ്ട എന്ന് കരുതി മാത്രമാണ് ഞാൻ പറയാണ്ടിരുന്നത്. ബാലചന്ദ്രൻ എന്നിട്ട് വെല്ലുവിളിച്ചിട്ടാണ് പോയത്, ഞാൻ ഇനി നേരെ അലീനയ്ക്ക് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ അലീനയെ കിട്ടിയില്ലെങ്കിൽ നേരെ നിങ്ങളുടെ പെങ്ങളെടുത്താണ് ഞാൻ പോണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗംഗാധരൻ അവരെടുത്ത് രണ്ടുപേരും അവരാകെ ബ്ലിങ്കായി നിൽക്കുകയാണ്. കാരണം തൻ്റെ പെങ്ങളുടെ അവിഹിതം കണ്ടുപിടിച്ചു എന്നുള്ളത് ഓർത്തിട്ട് ആകെ ബ്ലിങ്കായി നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും പോലെയൊന്നും അല്ല കാര്യങ്ങൾ. കാര്യം എന്നാന്ന് വെച്ചാൽ ബാലേന്ദ്രൻ പറഞ്ഞ ഒരു നുണക്കഥയാണ്. ഈ അലീന എന്ന് പറയുന്ന കുട്ടി ബാലേന്ദ്രൻ്റെ അവിഹിതത്തിലുണ്ടായ കുട്ടിയാണെന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞതാണ് അപ്പോഴത്തെ ഒരു ഇതിന്. യഥാർത്ഥത്തിൽ നമ്മുടെ പെങ്ങൾ സ്വന്തം വൈജയന്തി വർഷങ്ങൾക്ക് മുന്നേ പ്രസവിച്ച് ആ കുഞ്ഞിനെ അച്ഛനും രാവുണ്ണി അമ്മാവനും കൂടെ ചേർന്ന് ഒരു ഓർഫണേജിൽ ഏൽപ്പിച്ചു. ആ ഓർഫണേജിൽ നിന്ന് വന്ന കുട്ടിയാണ് അലീന എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ രാജീവും ശിവശങ്കരനും അങ്ങ് ഞെട്ടാണ്. എന്ത് അലീനോ? അതേടാ, നീയൊക്കെ ഈ ഇത്രയും ക്രൂരത കാണിച്ച് ഇപ്പോൾ കൊല്ലാൻ കൊണ്ടുപോയിക്കണ ആ കുട്ടി നമ്മുടെ തന്നെ ചോരയാണ്, നമ്മുടെ പെങ്ങളുടെ സ്വന്തം ചോരയാണ്. ഒരു പക്ഷേ ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വെക്കുക, അറിഞ്ഞ സമയത്ത് എന്നെ വൈജി അറിയിച്ചെങ്കിൽ ഇന്നൊരു പക്ഷേ വൈജയന്തി നമുക്കുണ്ടാവില്ല, അവൾ വല്ല സൂയിസൈഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഇത്രയും മനസ്സിൽ ഒതുക്കി ബാലേന്ദ്രൻ നമ്മളോട് കാണിച്ചു തന്ന ഒരു ഔദാര്യമാണ്. അയാളോട് ഇത്രയും കൊടും ക്രൂരത ചെയ്തുവെങ്കിലും അയാൾ നമ്മുടെ പെങ്ങളോട് ഒരു ഔദാര്യം പോലെ ഒരു ഔദാര്യമാണ് നമ്മളെ പെങ്ങൾക്ക് തന്നേക്കുന്നതെന്ന് പറഞ്ഞു. ഇത്രയും നാളും അയാളെ വായിന്ന് ആ ഒരു സത്യം അയാൾ മറച്ചു വെച്ചില്ല. എന്നിട്ടും ആ കുറ്റം അയാൾ സ്വയം ഏറ്റെടുത്തു. അയാളുടെ അവിഹിതത്തിലുണ്ടായ ബന്ധു എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ അയാളെ ആ കുട്ടിയെ നമ്മൾ ക്രൂരമായിട്ട് ഓരോന്നും പറയുകയാണ് ചെയ്തത്. നമ്മളെ പെങ്ങളാണെങ്കിലോ ആ കുട്ടീനെ എന്തെല്ലാം ചെയ്തു, ആ വീട്ടിലിട്ട് ഒരു പട്ടീരെ കൂടെ കാണിക്കുന്ന അത്ര പോലും പരിഗണന അവൾ കാണിച്ചില്ല. സ്വന്തം പെറ്റ അമ്മയാണ്, പക്ഷെ അവൾ അത് അറിയുന്നില്ല. എന്നിട്ട് കൂടി അവൾ ഇതെല്ലാം അറിയാതെ ആണെങ്കിലും ആ കുട്ടിയോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന സമയത്തും ആ സ്വന്തം അമ്മയെ നോക്കാൻ ആ കുട്ടി തന്നെ പോയി. ആ കുട്ടി തിരിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയെ ഇപ്പോൾ കിഡ്നാപ്പും ചെയ്തു. എത്ര ക്രൂരമായ കാര്യമാണിത്. പക്ഷേ നമ്മുടെ രാജീവിനോ ശിവശങ്കറിനോ ഒന്നും മറുപടി പറയാൻ ഗംഗാധരനോട് പറ്റുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഗംഗാധരൻ പറഞ്ഞ ആ ഒരു ഷോക്ക് പെട്ടെന്ന് അറിയുമ്പോൾ വർഷങ്ങൾ മുന്നേ അത് ചത്തൊടുങ്ങിയ ഒരു കഥയാണ് വൈജയന്തി. പക്ഷെ അവരും അറിഞ്ഞിട്ടില്ല ആ കുട്ടി മരിച്ചു എന്നാണ് അന്ന് ഇവരുടെ അച്ഛൻ പോലും അവരോട് പറഞ്ഞിരുന്നത്. ഒരിക്കലും അവരറിഞ്ഞില്ല ഈ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ഓർഫണേജ് കൊണ്ടുപോയെന്നോ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും തന്നെ എവർക്കും സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അപ്പോൾ ആകെ ഒരു എന്താ പറയുക, ഒരു ഇപ്പം വൈജയന്തി ആണെങ്കിലും ഒരിക്കലും തൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞില്ല. പക്ഷേ അപ്പോൾ ആ കുട്ടി ഇല്ല, ആ കഥ അവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ ആരും പിന്നെ അവരാ കൂടപ്പിറപ്പുകൾ സ്വന്തം സഹോദരിയുടെ ജീവിതം കളയാതിരിക്കാൻ വേണ്ടി അവരെ സ്വന്തം ഭാര്യമാർ പോലും അറിയാത്തൊരു രഹസ്യങ്ങളാണത്. രാജീവിൻ്റെയോ അല്ലെങ്കിൽ ശിവശങ്കറിൻ്റെയോ ഭാര്യയ്ക്ക് അറിയില്ല. ആകെ അറിയാവുന്ന ഗംഗാധരനും ഗംഗാധരൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഗംഗാധരൻ്റെ ഭാര്യയുടെ ആദ്യ പ്രസവ സമയത്താണ് ഈ ഇൻസിഡൻ്റൊക്കെ ഉണ്ടായത് വൈജയന്തിയുടെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഗംഗാധരൻ്റെ വൈഫിന് മാത്രം ഇതറിയാവുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട മട്ടിലാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ആ ഒരു സീനൊക്കെയാണ്
ഇന്ന് വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മുടെ വൈജയന്തി മീൻസ് നമ്മുടെ അലീനയെ കണ്ടെത്തി അലീനയെ അവർ രക്ഷപ്പെടുത്തി അവർ തന്നെ അവർക്ക് ആ തെറ്റ് മനസ്സിലാവും. തൻ്റെ സ്വന്തം കുഞ്ഞാണ് രോഹിത്തും ബബിതയും കൃഷ്ണമോളും എങ്ങനെയാണ് അതുപോലെ ഒരു മൂത്ത കുട്ടിയാണ് അലീന. അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് അറിയാതെ വന്നപ്പോൾ അവരും അത് ചെയ്തു പോയതാണ്, അത്രയും ഒരു ക്രൂരത. അപ്പോൾ അതൊക്കെ ഇനി അവർ അറിയുകയും പിന്നെ വൈജയന്തി ഇതൊരിക്കലും അറിയിക്കാണ്ട് കുറച്ച് നാൾ നോക്കുമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വൈജയന്തിക്ക് ഇനിയിപ്പോൾ അത് മറികടന്ന് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ എല്ലാവരും നമ്മുടെ സീരിയലൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രൊമോ വെച്ചിട്ട് ടൈം വ്യത്യാസമുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. നാളെ മുതൽ കൃത്യസമയത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ.